السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ആദരണീയരായ ശൈഖുന, അതുപോലെ മറ്റു ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ, ഇത്തവണ പ്രത്യേകം തന്നെ ശരീഅത്ത് കോളേജിൻ്റെ പഠനാരംഭത്തിന് സാക്ഷികളാകാൻ മർക്കസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ മുഴുവൻ ഒഫീഷ്യൽസ്, നമ്മുടെ മർക്കസിൻ്റെ ആരംഭം മുതൽ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിൻ്റെ കൂടെ അന്നും ഇന്നും നിൽക്കുന്ന കിഴക്കോത്ത് അബൂബക്കർ ഹാജി അടക്കം എല്ലാവരും ഉണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ സംരംഭം വളരെ വലിയ വിജയകരമായൊരു സംരംഭമായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഹയാത്തായ ഇൽമ്, ആ ഇൽമ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്ന ഒരു കേന്ദ്രമായി, പേരുപോലെ തന്നെ മർക്കസ് അത് കേന്ദ്രമായി നിലനിർത്തി തരുമാറാവട്ടെ. ഇതിൻ്റെ മുഅസ്സിസും ഇതിൻ്റെ ബാനിയും ഇതിൻ്റെ റയീസും നമ്മുടെ എല്ലാവരുടെയും ഉസ്താദുമായ ശൈഖുനാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, ഈ മർക്കസിനെയും മർക്കസിലെ ഉസ്താദുമാരെയും മുതഅല്ലിമീങ്ങളെയുമൊക്കെ സ്വന്തം കുടുംബത്തെക്കാളേറെ സ്നേഹിച്ച് ഇതിനു വേണ്ട സഹായം ചെയ്തു തരുന്ന നാട്ടിലെയും പ്രവാസ ജീവിതത്തിലെയുമൊക്കെ ഉള്ള ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ ചടങ്ങ് ഈ 2024-25 അഥവാ ഹിജ്റ 1445-46 വർഷത്തെ ദർസ് ഉദ്ഘാടനമാണ്. അത് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ തന്നെ ഉടനെ നിർവഹിക്കും. പ്രധാനപ്പെട്ട ചടങ്ങ് അതായതുകൊണ്ട് മറ്റു പരിപാടികൾ ദീർഘിപ്പിക്കുന്നത് അർത്ഥശൂന്യമാണ് എന്ന് മനസ്സിലാക്കുക. എന്നാലും ഞാൻ ഓർക്കുകയാണ്, 46 കൊല്ലങ്ങൾക്ക് മുമ്പ് 1978 1978 ഈ സ്ഥാപനം ആരംഭിച്ചു. അത് ഏപ്രിൽ 18 2 ദിവസം മുമ്പ് ഏപ്രിൽ 18 വന്നപ്പോൾ മർക്കസ് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അന്നത്തെ പരിപാടിക്ക് പ്രത്യേകം പേര് നൽകിയത് അലിഫ് ഡേ എന്നായി. ഈ അലിഫ് ഡേ എന്ന പേരിൽ മർക്കസിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട ആ ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ എല്ലാവർക്കും കൂടി ശൈഖുന അക്ഷരം എഴുതിച്ചു കൊടുക്കും എന്ന് വിശ്വസിച്ചിട്ടല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും മർക്കസിൻ്റെ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ എഴുതി ഉദ്ഘാടനം ചെയ്യും എന്നോ, അല്ല ഇപ്പം നമ്മുടെ സ്റ്റാർ താരകമായ മുത്തനൂർ തങ്ങൾ എഴുതി കൊടുക്കും എന്ന് കരുതിയിട്ടൊന്നുമല്ല ആളുകൾ വന്നത്. മറിച്ച് അവരുടെയൊക്കെ ഹദറത്തിൽ ഈ ഔലിയാക്കന്മാരും മുത്തഖീങ്ങളും എക്കാലത്തും ആശീർവദിച്ചു പോന്ന ഈ സ്ഥാപനത്തിൽ വെച്ച് ഞങ്ങളുടെ കുട്ടികളുടെ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് നടന്നാൽ
വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന് പാടി ജനങ്ങളെ ഇരുട്ടിലേക്ക് നയിച്ചവർ ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കുന്നത് പോലെ ആവില്ല. മറിച്ച് ഇത് ഇഹലോകത്തും പരലോകത്തും ഞങ്ങളുടെ സന്താനങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു നിമിത്തമാകും എന്ന പൂർണ്ണ ബോധ്യം കൊണ്ട് 100 കണക്കിന് കുരുന്നുകളെയുമായി ഈ കൊടും ചൂടുള്ള സമയത്ത്, അതും നമുക്കറിയാം 10 മണിയായാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്. ആ ചൂടുള്ള സമയത്ത് രക്ഷിതാക്കൾ ഇവിടെ വന്നു. മണിക്കൂറുകൾ അവർ കാത്തിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ കൊണ്ട് ആ ആദ്യാക്ഷരം കുറിക്കുക എന്ന ചടങ്ങ് നിർവഹിക്കപ്പെട്ടതിൽ വളരെയധികം സന്തുഷ്ടരായി അവർ തിരിച്ചുപോയി എങ്കിൽ ഇത് നൽകുന്ന സൂചന ആലിമീങ്ങളോ മുതഅല്ലിമീങ്ങളോ മാത്രമല്ല, തങ്ങന്മാരോ സാദാത്തുക്കളോ മാത്രമല്ല, സാധാരണക്കാർ വരെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ സാന്നിധ്യവും സുൽത്താനുൽ ഉലമയുടെ സഹവാസവും സുൽത്താനുൽ ഉലമയുമായുള്ള സമ്പർക്കവും ആ സുൽത്താനുൽ ഉലമയുടെ കേന്ദ്രമായ മർക്കസിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് ഞങ്ങൾക്കും അതിൻ്റെയൊക്കെ പുണ്യവും ബറക്കത്തും ആശീർവാദവും ലഭിക്കണം എന്ന് കരുതുന്നവരാണ് എന്നതിൻ്റെ ചെറിയൊരു തെളിവായിട്ടാണ് ഞാൻ അതിവിടെ ഉദ്ധരിച്ചത്. കേരളത്തിൽ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്, ബിരുദം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്, ബിരുദാനന്തര ബിരുദം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ തന്നെ സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ സമസ്തയുടെ നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. ഞാൻ അവയൊന്നും ചെറുതായി കാണുകയോ നിങ്ങൾ അത് ചെറുതായി കാണണം എന്ന് പറയുകയോ അല്ല. ഇനി കേരളത്തിൽ തന്നെ 1 വർഷം കൊണ്ട് സനത് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ശൈഖുന പണ്ടൊക്കെ തമാശയിൽ ഒരാൾ വന്നിട്ട് ബിരുദം എന്താന്ന് ചോദിച്ചാൽ അപ്പം ഞങ്ങളോടൊക്കെ പറയും 1 സാൽ വാല ആയാ ഹേ, 100 വാല ആയാ ഹേ, 100 ലേക്കർ ആയാ ഹേ എന്നുള്ള പാട്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ കാണാതറിയും. എന്നാൽ 1 സാൽ വാല ആയാ ഹേ എന്ന് ഞാൻ ആദ്യമായിട്ട് ശൈഖുന പറയണതാകട്ടെ. അപ്പം ബനിയാന്ന് പറയുന്നത് കേട്ട് 6 മഹീന വാല ആയാ ഹേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മതപഠനത്തിന് ഒരു 2 കൊല്ലം പോലും ക്ഷമിച്ച് പഠിക്കാൻ ആ കുട്ടികളും തയ്യാറാകുന്നില്ല. അതിന് രക്ഷിതാക്കൾ അവരെ പറഞ്ഞയക്കാനോ നിർബന്ധിക്കാനോ പോലും തയ്യാറാകാത്ത അവസ്ഥയാണ്. 2 കൊല്ലം എന്നത് മാറി 1 കൊല്ലമായി. ഇപ്പോൾ അത് 6 മാസമായി. ഇനി ആ 6 മാസത്തിൽ തന്നെ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതിയാൽ മതി എന്നുള്ള അവസ്ഥ വന്നു. നമ്മുടെ ഇൽമ് എത്രമാത്രം ദുർബലമായി പോവുകയാണ്, അല്ലെങ്കിൽ ആലിമീങ്ങൾ എത്രമാത്രം ദുർബലരായി പോവുകയാണ് എന്ന വലിയ ഒരു ഭയം തീർച്ചയായിട്ടും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ യഥേഷ്ടമുണ്ടായിട്ടും വൈ യു കേം ഹിയർ, ലിമാദാ ഖദിംതും ഇലാ ഹുനാ, ഹാദാ ഹുവ സുആലുൽ മർകസി. പ്രധാനപ്പെട്ട ചോദ്യം അതാ. എന്നിട്ടും നിങ്ങൾ എന്തേ വന്നത്? 46 കൊല്ലമായിട്ടും ഇവിടെ മതിയാക്കി പോകാഞ്ഞതെന്തേ? ഇവിടുത്തെ പല ജീവനക്കാരും ഉസ്താദുമാർ തന്നെ നല്ല ചെറുപ്പക്കാരുണ്ട് ഇവിടെ. ഞാൻ ആരെയും പേര് പറയുന്നില്ല, ഒക്കെ സകല കലാവല്ലഭരാണ്. പലപ്പോഴും ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയും വേറെ എവിടെക്കെങ്കിലും പോയാലോ എന്നൊക്കെ തോന്നാഞ്ഞിട്ടല്ല, പക്ഷേ വേറെ എവിടെങ്കിലും പോയാൽ ശൈഖുനായുടെ ഈ പൊരുത്തത്തോടുകൂടി ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്നതിൻ്റെ ആ ബറക്കത്ത് ദുനിയാവിലും ആഖിറത്തിലും കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ട് പോകാതൊക്കെയാണ്. അപ്പം നിങ്ങളെന്തേ വന്നത്? നിങ്ങൾ വന്നത് ഈ ശൈഖുന ഉസ്താദ് അവർകളെ, ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയെ, അബുൽ ഐതാമിനെ, ഈ വലിയ മനുഷ്യത്വത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ മൂർത്ത രൂപമായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കാണണം, കേൾക്കണം, അവരെ വായിൽ നിന്ന് വല്ലതും പഠിക്കണം. എന്നിട്ട് ഞാനും
ശൈഖുന ഉസ്താദിൻ്റെ ശിഷ്യനാണ് എന്ന് പറയാൻ ന്യായമായി സാധിക്കണം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ്. വിവാഹം കഴിഞ്ഞ് 10ഓളം മക്കളുള്ള രക്ഷിതാക്കളിൽ ചിലരെങ്കിലും പലപ്പോഴായി ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനുവദിക്കൂല, ശൈഖുന അനുവദിക്കും, പക്ഷേ കാര്യങ്ങൾ നിങ്ങളൊക്കെ കയ്യിലല്ലേ എന്ന് നമ്മളൊന്ന് തോണ്ടിക്കൊണ്ട് പറയും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വന്നൊന്ന് സഖാഫിയാകാൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഞാൻ മിനിയാന്ന് തഖസ്സുസിലേക്ക് ഇൻ്റർവ്യൂ ചെയ്ത ഒരു മുത്തഅല്ലിമിനോട് വെറുതെ ഒന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി, അവിടുത്തെ ബിരുദം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നല്ല ജോലിയിലായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു, നല്ല ശമ്പളവുമായിരുന്നു, 3 കൊല്ലമായി. പക്ഷേ എനിക്ക് ശൈഖുനാൻ്റെ ഒരു ശിഷ്യത്വം കിട്ടണമെന്ന് കരുതി വന്നതാണ്. പിന്നെ തഖസ്സുസിലേക്ക് നമ്മൾ നടത്തിയ പരീക്ഷയിൽ ആ കുട്ടി യോഗ്യനാണ് എന്ന് മനസ്സിലായപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എഴുത്ത് പരീക്ഷ കൂടിയും കഴിയണം, കിട്ടിയെന്നോന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്കെങ്ങാനും സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ അതിനുള്ള സ്ഥലവും സ്കോപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സഖാഫിമാരാകാൻ വേണ്ടി ഇവിടെ പഠിക്കുന്നവർ 1000-ലോ 2000-ലോ ഒന്നും നിൽക്കൂല, അത് 1000-ങ്ങൾ കടക്കും. അല്ലാഹു തആല ഈ സ്ഥാപനത്തിൻ്റെ ആ ഇസ്സത്ത്, ഉസ്താദിൻ്റെ ആ ഇസ്സത്ത്, അവരിലേക്കൊക്കെ ഒട്ടിച്ചേർന്നതിൻ്റെ ആ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൽ ഫഖ്റു ഇല്ലാ ലി അഹ്ലിൽ ഇൽമി ഇന്നഹും അലൽ ഹുദാ ലിമൻ ഇസ്തഹ്ദാ അദില്ലാഹു വസീനതു കുല്ലി ഇംറിഇൻ മാ കാന യുഹ്സിനുഹു വൽ ജാഹിലൂന ലി അഹ്ലിൽ ഇൽമി അഅദാഉ ഫഫുസ് ബിഇൽമിൻ തഇഷ് ഹയ്യൻ ബിഹി അബദാ ഫന്നാസു മൗതാ വഅഹ്ലുൽ ഇൽമി അഹ്യാഉ. തലേകെട്ട് പണ്ടത്തെക്കാളേറെ ഭംഗിയായി ഇന്ന് എല്ലാ സ്ഥലത്തും കാണാനുണ്ട്. പഴയകാലത്തെ മുറിയൻ കുപ്പായമിട്ട് നടന്നിരുന്ന വലിയ ആലിമീങ്ങളാണെങ്കിൽ ഇന്ന് കന്തൂറ തന്നെ ഇട്ട 1000-ങ്ങളെ നമുക്കെല്ലായിടത്തും കാണാനുണ്ട്. തലേകെട്ടാണ് മാനദണ്ഡമെങ്കിൽ, നീളക്കുപ്പായമാണ് മാനദണ്ഡമെങ്കിൽ പണ്ടത്തെക്കാളൊക്കെ എമ്പാടും ഉഷാറാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇൽമനുസരിച്ചുള്ളൊരു ജീവിതം, ആലിമീങ്ങൾക്കുണ്ടാകേണ്ട സ്വഭാവം, സത്യം സത്യമായി പറയാനുള്ള ആർജവം, രാഷ്ട്രീയക്കാരന് അടിമപ്പണി ചെയ്യാതിരിക്കാനുള്ള തൻ്റെ ഇടം, ധൈര്യം, ഇതൊക്കെയാണ് ആലിമീങ്ങൾക്കുണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഉലമാക്കളെ നമ്മളെങ്ങാനും വിലയിരുത്താൻ ശ്രമിച്ചാൽ ഫയാ ഖസാറത നഫ്സിൻ ഫീ തിജാറതിഹാ ലം തസ്തരി ദീന ബിദ്ദുനിയാ വലം തസുമി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ വല്ലാതെ കഷ്ടം തോന്നുകയാണ്. മുന്നിലിരിക്കുന്ന മുതഅല്ലിമീങ്ങളോട്, ഈ വർഷം വന്നവരോടും നേരത്തെ ഉള്ളവരോടുമൊക്കെ പറയാനുള്ളത്, മുതഅല്ലിമീങ്ങളെ, ആ ഇൽമിൻ്റെ ആ യശസ്സും ഔന്നിത്യവും ഉയർത്തേണ്ടത് ഞാനും നിങ്ങളുമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ വഴിയിൽ മറ്റൊരു താല്പര്യങ്ങൾക്കും നമ്മൾ മുൻഗണന നൽകാൻ പാടില്ല. ദീനിൻ്റെ ഹയാത്താണ്. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, ഇതാകണം നമ്മളെ ലക്ഷ്യം. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗങ്ങളും നമ്മുടെ ഓൺലൈൻ വ്യവഹാരങ്ങളും നമ്മുടെ ഓൺലൈൻ ബിസിനസ്സുകളും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇൽമു പഠിച്ച് ആ ദീനിൻ്റെ ഒരു ശരിയായ കാവൽപടനാകണം എന്ന അസ്മ് ഈ നിമിഷം മുതൽ എനിക്കുണ്ടാകണം, നിങ്ങൾക്കുണ്ടാകണം, ഈ ലക്ഷ്യമുള്ള എല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് ഉസ്താദുമാർ നിങ്ങളെ ഉണർത്തും. അല്ലാഹു തആല നല്ലവരായി ജീവിച്ച് നല്ലവരുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചൂടാനുള്ള ഭാഗ്യം തന്ന് നമ്മെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ദുആ വസിയ്യത്ത് ചെയ്തവർ, ബന്ധുമിത്രാദികൾ, നമ്മുടെ ഇത്തരം വിഷയങ്ങളിൽ നമ്മോട് നമ്മെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.